ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇറ്റലിയിലെ ലേക്ക് കോമോയിലെ വിശേഷങ്ങളാണ് തുടരുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ലേക്ക് കോമോയിലെ മെനാജിയോയിലെ കാഴ്ചകളാണല്ലോ കാണിച്ചത്. ഇനി നമ്മൾ ലേക്ക് കോമോയിലെ തന്നെ ബെല്ലാജിയോയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിനായിട്ട് ഫെറി എടുക്കണം. ഞങ്ങളെടുത്ത ഫെറി കാർ ഫെറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അധികം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കിട്ടിയ സ്ഥലത്ത് ഇരുന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. മെനാജിയോ നിന്ന് ബെല്ലാജിയോയിലേക്ക് എത്താൻ വലിയ ദൂരമൊന്നുമില്ല. ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ മെനാജിയോ നിന്ന് ബെല്ലാജിയോയിൽ എത്തും. അതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ബെല്ലാജിയോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഒരു മാപ്പിലൂടെ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മാപ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ലേക്ക് കോമോയിലെ 4 പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ കുറിച്ചിട്ട്. 4 പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഇതൊക്കെയാണ്: വരേണ, മെനാജിയോ, ബെല്ലാജിയോ ആൻഡ് കോമോ. വരേണയെന്ന് ഫെറി എടുത്ത് ബെല്ലാജിയോയിലേക്ക് പോകുമ്പോൾ ആദ്യം വരുന്ന സ്റ്റോപ്പ് മെനാജിയോ ആണ്. അപ്പോൾ മെനാജിയോയിൽ ഫസ്റ്റ് തന്നെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നത്തതാണ് ബെല്ലാജിയോ. അപ്പോൾ ഞങ്ങൾ മെനാജിയോ എന്നൊരു ഫെറി എടുത്തിട്ട് ബെല്ലാജിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ബെല്ലാജിയോയിലെ കാഴ്ചകളാണ് കാണിക്കുന്നത്. ബാക്കി ദിവസങ്ങളിൽ വരേണയുടെയും കോമോയുടെ കാഴ്ചകളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫെറി ബെല്ലാജിയോയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെല്ലാജിയോയിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. മെനാജിയോയിൽ നമ്മൾ ഇങ്ങനൊരിടം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഫെറി ഇറങ്ങിയിട്ട് കുറച്ച് നടന്നതിന് ശേഷമാണ് അവിടെ എത്തിയതെന്നാണ്. പക്ഷേ ബെല്ലാജിയോയിൽ ഫെറി ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു ഇടത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വീഡിയോ എടുക്കാത്തത് കൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ മെനാജിയോ അപേക്ഷിച്ചിട്ട് ബെല്ലാജിയോയിൽ നല്ല ആളുകളുണ്ടായിരുന്നു. ഈ സ്ഥലത്തൊക്കെ കുറേ ആൾക്കൂട്ടമുണ്ട്. ഞാൻ അവരെ ഒന്നും കാണിക്കാതെയാണ് വീഡിയോ എടുക്കുന്നത്. കൂടാതെ ബെല്ലാജിയോ ഒരു ലക്ഷറി ഡെസ്റ്റിനേഷനാണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള വില്ലകളുണ്ട്. ഇറ്റാലിയൻ ഭാഷയിൽ വില്ലകളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കൺട്രി സൈഡിലുള്ള ലക്ഷറി മാൻഷനുകളെയാണ് വില്ലകളെന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള 2 വില്ലകളാണ് വില്ല മെൽസി ആൻഡ് വില്ല സെർബലോണി. പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരുപാട് ലക്ഷറി ഹോട്ടലുകളുണ്ട്. കൂടാതെ ബൂട്ടീക്ക് റിസോർട്ടുകളും ഇവിടെ ഉണ്ട്. പിന്നെ ഹൈ ആൻഡ് ഡൈനിങ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരിടമാണ്. എനിക്ക് തോന്നിയത് ന്യൂലി മേരീഡ് കപ്പിൾസിന് ഇവിടെ ഹണിമൂണിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ കാണുന്നില്ലേ മുന്നിൽ കുറേ ബോട്ട് റൈഡൊക്കെ നടക്കുന്നത്? അതൊക്കെ ചെയ്യാൻ പറ്റിയൊരിടമാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. നിങ്ങൾ മാപ്പിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബെല്ലാജിയോ നിൽക്കുന്നത് ലേക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ മിഡിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. നടന്ന് ഞങ്ങളൊരറ്റം വരെ പോയിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അവിടുന്ന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ നടന്ന് കുറേ റെസ്റ്റോറൻ്റൊക്കെ ഉള്ള ഭാഗത്തെത്തി. അവിടെ ഔട്ട്ഡോർ ഡൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ കണ്ട ഔട്ട്ഡോർ സീറ്റിങ്ങുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് സീറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അവർ കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് സ്ഥലങ്ങൾ കാണാനായിട്ട് നടന്നു. ഈ ഒരു ഭാഗം ബെല്ലാജിയോയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഭാഗമാണ്. ഒരുപാട് സ്റ്റെപ്പുകളായിട്ട് മുകളിലേക്ക് പോകുന്നൊരു ഭാഗം. വീഡിയോയിൽ നിങ്ങൾക്ക് ഇതെത്ര സ്റ്റീപ്പാണെന്ന് മനസ്സിലാവുണ്ടാവില്ല. നല്ല സ്റ്റീപ്പാണ്. കുറേ സ്റ്റെപ്പുകളുണ്ട്. 2 സൈഡിലും ഷോപ്പുകളായിരുന്നു. ഒരുവിധം ഷോപ്പുകളൊക്കെ എനിക്ക് ലക്ഷറി ഷോപ്പുകളായിട്ടാണ് തോന്നിയത്. ഞാൻ എന്തായാലും കയറി നോക്കിയിട്ടില്ല. ഞങ്ങൾ വെറുതെ നടന്ന് മുകളിലേക്ക് വരികയാണ് ഉണ്ടായത്. മുകളിലേക്ക് എത്തിയാൽ ഇങ്ങനൊരു ഏരിയയിൽ എത്തും. ഇവിടെ നല്ല ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ വഴികളായിരുന്നു എല്ലാം. ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. കൂടാതെ കാറും പോകുന്നുണ്ടായിരുന്നു. കാർ ഓടിക്കുന്നവരൊക്കെ നല്ല ക്ഷമയോടെ ആളുകളുടെ പിന്നാലെ മെല്ലെ തന്നെയായിരുന്നു ഓടിക്കുന്നുണ്ടായിരുന്നത്. അവിടെ കണ്ടൊരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഫ്രൂട്ട്സും വെള്ളമൊക്കെ വാങ്ങി കഴിച്ചു. എന്നിട്ട് വീണ്ടും നടന്നു. നല്ല പോലെ വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. 2 ബോട്ടിൽ വെള്ളമാണ് ഞങ്ങൾ വാങ്ങി കഴിച്ചത്. പിന്നെ കുറച്ച് സ്ട്രോബെറിയും റാസ്ബെറിയൊക്കെ വാങ്ങി കഴിച്ചു. എന്നിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്നതെന്ന് നോക്കണ്ട, നല്ല ദാഹം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ നടത്തൊന്നും നിർത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടെയുള്ള വില്ല കാണാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തിട്ട് വില്ല അന്വേഷിച്ച് നടക്കുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഒരുപാട് ലക്ഷറി കാറുകൾ ഇങ്ങനെ പോകുന്നു. പണക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉള്ള കാറുകളൊക്കെ ഒരുപാട് കാണാൻ പറ്റും.
എനിക്കിങ്ങനെ കാറിനോടൊന്നും വലിയ ക്രൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ മോൻ പറഞ്ഞു ഉമ്മ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. മോനിക്ക് ഇങ്ങനത്തെ കാറൊക്കെ ഭയങ്കര ക്രൈസാണ്. നമ്മൾ ഇവിടുന്ന് തിരിച്ച് നടന്നത് ബെല്ലാജിയിലേക്ക് ആദ്യം വന്നപ്പോൾ ഉള്ള ഏരിയയിൽ അവിടത്തേക്കാണ്. അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. എല്ലാ മരങ്ങളും നല്ലപോലെ പൂത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് കുറച്ചുകൂടെ നടന്ന് ഞങ്ങൾ വില്ല മെൽസി ഉള്ള ഭാഗത്തെത്തി. ഞാൻ നേരത്തെ 2 വില്ലകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു വില്ലയാണ് വില്ല മെൽസി. വില്ല മെൽസി ഒരു പ്രൈവറ്റ് വില്ലയാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ അതിന് ചുറ്റിലുള്ളതായിട്ടുള്ള ഗാർഡനും പിന്നെ ഒരു ചാപ്പൽ, ഒരു മ്യൂസിയം, ഇതൊക്കെ പബ്ലിക്കിന് ആക്സസിബിൾ ആണ്. പക്ഷേ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 10 യൂറോ ആണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. നല്ല ഭംഗിയുള്ള ഗാർഡനാണ്. ലേക്ക് സൈഡിലുള്ള ഗാർഡൻ ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് റെയർ പ്ലാന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്ലാന്റ്സിനെ കുറിച്ചിട്ടൊന്നും വലിയ അറിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോ പ്ലാന്റ് നോക്കി നടന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് നടന്ന് വന്നതാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ആ തളർച്ചയൊക്കെ അങ്ങ് മാറി. ഇത്ര നേരം വെയിലത്തൊക്കെ നടന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗാർഡനിലൂടെ നടക്കാനൊരു ക്ഷീണം തോന്നിയില്ല. ഈ ഗാർഡൻ പ്ലാന്റിൻ്റെ വലിപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷെ ഞാൻ എന്തിനാണോ അതിൽ നിന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് മറച്ചതാണ്. ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അറിയുന്നവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വീഡിയോ എടുക്കാൻ പറ്റും. ഇവിടുന്ന് പോസ്റ്റ് വെഡിങ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. വില്ല മെൽസിയുടെ ഭാഗമായിട്ട് ഒരു സ്മോൾ മ്യൂസിയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷേ ഞങ്ങൾ നടന്നിട്ട് ആ മ്യൂസിയം കണ്ടിട്ടില്ല കേട്ടോ. ആ മ്യൂസിയം എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. വില്ലേനെ കുറിച്ചിട്ടുള്ളൊരു മ്യൂസിയമാണ്. ഇപ്പോഴത്തെ ഓണറാണ് ആ മ്യൂസിയം നടത്തുന്നത്. വില്ല മെൽസി ഞങ്ങൾ കണ്ടു. അതിൻ്റെ മുന്നിലൂടെയൊക്കെ നമുക്ക് നടക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതേപോലെ നടക്കുന്നതിനിടയിൽ നമ്മൾ മ്യൂസിയം കണ്ടോ എന്നറിയില്ല. ചിലപ്പം ശ്രദ്ധിച്ചിട്ടില്ലാത്തതായിരിക്കാം, അറിയില്ല. നമ്മളിപ്പോൾ നടന്ന് വില്ല മെൽസിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വില്ല മെൽസി. ഇത് 1808 1810 ഇടയിലാണ് നിർമ്മിച്ചത്. ഫ്രാൻസിസ്കോ മെൽസിയുടെ ആയിരുന്നു ഈ വില്ല. പിന്നീട് കാലക്രമേണ ഇങ്ങനെ കുടുംബസ്വത്തായിട്ട് കൈമാറി വന്നിട്ട് ഗാലറാട്ടി സ്കോട്ടി ഫാമിലിയുടേതാണ് ഇപ്പോൾ ഈ വില്ല. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയുടെ പ്രൈവറ്റ് വില്ലയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ 10 യൂറോ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു പ്രൈവറ്റ് വില്ലയുടെ ഗാർഡന് 10 യൂറോ എടുത്ത് കാണേണ്ടതൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഗാർഡനിലെത്തിയപ്പോൾ മനസ്സിലായി 10 യൂറോ വേർത്താണെന്ന്. അത്രമാത്രം കാണാനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചാപ്പൽ. നമ്മൾ ചാപ്പലിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ വില്ലേൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോ സ്പോട്ടുകളുണ്ട്. അവിടെ ഒരുപാട് നേരം ക്യൂ നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം കാത്തു നോക്കി. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്നാലും വേണ്ടാന്ന് വിചാരിച്ചിട്ട് തിരിച്ച് നടന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഫെറി കിട്ടി. ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതിൽ കയറാനായിട്ട്. ഇത് കാർ ഫെറി ആയതുകൊണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഞാൻ നടന്ന് തളർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിലത്തിരുന്നു. അതിൽ കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു. എന്തോ പ്രീ മാരേജ് ഫംഗ്ഷൻ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും അതിവരുടെ ആഘോഷമൊക്കെ നോക്കി ഞാനിരുന്നു. 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ വരേണ എത്തി. എനിക്ക് ഈ കാഴ്ച ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതായത് ഈ കാറുകൾ എങ്ങനെയാണ് ഈ ബ്രിഡ്ജിലേക്ക് കടക്കുന്നതെന്നുള്ള ആ കാഴ്ചയില്ലേ, ആ കാഴ്ച. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഈ ഫെറിയിലേക്ക് കയറാനെന്ന്.
ഫെറി ഇറങ്ങിയത് ഞങ്ങൾ നേരെ പോയത് രാവിലെ ലെക്കോന്ന് വന്നപ്പോൾ ബസ് ഇറങ്ങിയ സ്ഥലത്തായിരുന്നു. പക്ഷെ അവിടെ നിന്നല്ല തിരിച്ചു പോകുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ പോലീസ് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ബസ് കയറി, പിന്നെ ട്രെയിൻ എടുത്തു ലെക്കോന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മിലാനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ലേക്ക് കോമോയിലെ മറ്റൊരു പ്രദേശത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.